ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ രേണുസുതി എല്ലാ പ്രായക്കാരെയും നാഡീഞരമ്പുകൾ വലിച്ചു മുറുക്കാൻ വേണ്ടി അത് ഏത് വികാരം വന്നിട്ടാണ് നമുക്ക് ആ മുറുകുന്നത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. ഏത് പ്രായത്തിലുള്ള കുട്ടികളും 18 വയസ്സിന് മീതുള്ളവർ മാത്രം കണ്ടാൽ മതി ഈ രേണുസുതിയുടെ ആയതുകൊണ്ട്. കാരണം ഫുള്ള് ഏപ്പടത്തിന്റെ സീനുകളാണ്. പറച്ചിലും വായ തുറന്നാലും ഈ വക കാര്യങ്ങൾ മാത്രമേ പ്രേമം മണ്ണാങ്കട്ട ഇത് മാത്രമേ നമ്മുടെ രേണുസുതിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ചെറിയ കുട്ടികളൊന്നും കാണണ്ട. പക്ഷെ രേണുസുതി പറയുന്ന കുട്ടികളടക്കം എൻ്റെ ഫാൻസാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ റാണി പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ തമന്ന, കേരളത്തിന്റെ പുച്ഛിക്കുന്ന തമന്ന, അതിനെ നമ്മൾ കൊണ്ടുവരികയാണ്. കുറേ കാര്യങ്ങൾ അതാ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും വലിച്ചു മുറുക്കുക തന്നെയാണ്. ഏത് വികാരമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാമമാണോ, ക്രോധമാണോ, നിങ്ങൾക്ക് എന്താണ് വരുന്നത് ഇവളുടെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. എന്തൊക്കെയാണോ ഇപ്പൊ പുതിയതായി പറഞ്ഞ് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ആനന്ദ പുളകിതരാക്കി മാറ്റും കേട്ടോ, നോക്കിക്കോളൂ. അപ്പോൾ രേണുസുതിയുടെ പാചകത്തിൽ തൊട്ട് തന്നെ തുടങ്ങാം. രേണുസുതിക്ക് പാചകം അറിയില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വയസ്സായിട്ട് കുട്ടികൾക്ക് ഒരു സാധനം വെച്ചു കൊടുക്കാൻ അറിയില്ല. തിരക്കല്ലേ, എനിക്ക് ആകെ 2 ദിവസമേ ഞാൻ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയാണോ ചെയ്യുക, പിള്ളേരെ കൊണ്ട് പുറത്ത് പോകുകയാണോ ചെയ്യുക, എന്താണ് ചെയ്യുക, പാചകം പരീക്ഷിക്കുകയാണോ ചെയ്യുക, എനിക്ക് പാചകമൊന്നും അറിയില്ല. രേണുസുതി ഇതാ ഇന്നലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നലെ പ്രസവിച്ച അപ്പം തന്നെ പാചകം അറിയില്ല എന്ന് പറയാണ്. രേണുസുതി എന്നാണ് സ്റ്റാറായി മാറിയത്? അതിന് മുന്നേ ഒരു വീട്ടമ്മയായിരുന്നല്ലോ. അപ്പൊ പാചകം അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു നാടകമാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സുധി വേലക്കാരെ വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവര് മറ്റുള്ളവരെ തട്ടിച്ചെടുത്ത പൈസ മുഴുവൻ വേലക്കാർക്ക് കൊടുക്കാനായിരിക്കും ഉപകരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ രേണുസുതി അടുത്തത് പറയാൻ പോകുന്ന കള്ളങ്ങൾ. 20 വർഷം മുന്നേ ഞാൻ ഐ ഷാഡോ ഇട്ട് നടന്നിരുന്നതാണ്. ബ്യൂട്ടി പാർലറിൽ എന്നെ ഇട്ട് തന്നിരുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ 20 വർഷം മുന്നേ തന്നെ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ആർക്ക്? രേണുസുതി. അപ്പൊ രേണുസുതി എത്ര വയസ്സായി? അപ്പൊ ബ്യൂട്ടി പാർലറിലൊക്കെ അന്ന് കാലത്തൊക്കെ രേണുസുതി 10, 11, 11, 12 വയസ്സിലൊക്കെ പോയിരുന്നു എന്ന് അതിന്റെ അർത്ഥം. അതിലിപ്പോ തെളിയുന്നേ 20 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. രേണുസുതി തന്നെ പറയുന്നത് എനിക്ക് 33, 32 വയസ്സായിട്ടുള്ളൂ എന്ന്. പിന്നെ എന്താണ്? അപ്പൊ എല്ലാവരും പറയുന്നത് സത്യമാണ്. 40, 45 വയസ്സായിട്ടുണ്ട് രേണുസുതിക്ക് എന്ന് ഇവിടെ വെളിവാക്കുകയാണ് രേണുസുതി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഇതിന് മുന്നേ ആരും ഇടാത്തപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ഐഷാഡോ ഈ പണ്ട് എന്നെ കാണുന്നുണ്ട്. ഞാൻ പണ്ടും ഇവിടെ ഈ ഐഷാഡോ എന്നതാന്ന് പോലും അറിയാത്ത ആൾക്കാരുന്ന ഒരു 10-20 വർഷം മുന്നേ അന്ന് ഞാൻ ഐഷാഡോ ഇട്ടോണ്ടാണ് നടക്കുന്നത്. ഇന്ന് ബ്യൂട്ടി പാർലർ ചേച്ചി പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ രേണു ഇങ്ങനെ മുകളിൽ ഐഷാഡോ ഒക്കെ ഇട്ടത് ഇങ്ങനെ തന്നെയാണ് രേണു നടക്കുന്നത്. പക്ഷെ എന്നെ അറിയാത്ത ഇവരുടെയൊക്കെ കുറെ ആൾക്കാരെ വിചാരം സൂചിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മേക്കപ്പും കുട്ടി അടിക്കുന്നത്. ഇതിന് മുന്നേ ആരും ഇടാത്തപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ഐഷാഡോ ഇട്ടാണ്. എന്താ പറയുന്നത്? ആരും ഇടാത്തപ്പോ എന്താണ്? ഡ്രസ്സാണോ ഉദ്ദേശിക്കുന്നത്? എന്താന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ്. നിങ്ങളുടെ അച്ഛൻ മേസ്തിരി പണിക്ക് പോയിട്ട് നിങ്ങളെ നോക്കിയിരുന്നതാണ്. ഞങ്ങളെ നന്നായിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും നന്നായിട്ട് ജീവിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് അതൊന്നും കഴിഞ്ഞിരുന്നില്ല. കാരണം അച്ഛൻ മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ചേച്ചിക്ക് ജീവിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന നിങ്ങൾ ഇപ്പൊ പറയുന്നത് എത്രയോ 20 വർഷങ്ങൾക്ക് മുന്നേ ആയിഷാടൊട്ട ജീവിച്ചിരുന്നേന്ന്. അന്ന് സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അല്ലേ? അപ്പൊ പിന്നെ ഈ ഐഷാഡോ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് അച്ഛനിൽ അത്രയും വരുമാനം ഉണ്ടായിരുന്നോ? അപ്പൊ ആരും ഇടാത്തപ്പോ ഇട്ടിരുന്ന സമയമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആരും ഇടാത്ത സമയമാണെങ്കിൽ അന്ന് അത്ര അധികം പൈസയൊന്നും കണ്ടിരുന്ന സമയമായിരിക്കില്ല. അപ്പൊ ഈ ഐഷാഡി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളൊന്നും അന്ന് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവർക്കും സർവ്വസാധാരണമാണ്. ഇന്നത്തെ കാര്യമല്ല പറയുന്ന ആള് കേട്ടോ. ആള് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ വരുന്ന വരവൊന്ന് നോക്കൂ, നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കൂ. പിന്നാലെ ഓടി വരികയാണ് എയർപോർട്ടിലെ ആൾക്കാര്. ഒരു മിനിറ്റ് രേണുസുതി സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി ഓടിപ്പോവുകയാണ് കേട്ടോ. എന്തൊരു അവസ്ഥയാ നോക്ക്. ഈ ഓൺലൈൻ മീഡിയാസിന്റെ അവസ്ഥയൊന്നും നിങ്ങൾ നോക്കി നോക്ക്. പിന്നെ ഡ്രാക്കുളയെ പ്രണയിക്കുന്ന ഒരാളാണ് രേണുസുതി എന്ന് പറയുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രാക്കുള എന്ന ക്യാരക്ടറിനെ. സീരിയസ്ലി പറയാണ് കേട്ടോ എന്നൊക്കെ ആള് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ആള് മുന്തിരി ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണ്. എന്നിട്ടാ പറയുന്നത് എനിക്ക് ഡ്രാക്കുള ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് രക്തം കുടിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് പറഞ്ഞു വിടുന്നത്. അതുകൂടി നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ഡ്രാക്കുളയെ പ്രണയിക്കുന്നു. ഇത് കാണുന്ന എനിക്ക് ബ്ലഡ് വളരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രണയിക്കുന്നതാണ് ഡ്രാക്കുളയെ. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആളാണ് ഡ്രാക്കുള. ഡ്രാക്കുളയുടെ ഫോട്ടോ വെക്കണം അടിയിലെ. ഞാൻ പറയുന്നത് ഐ ലവ് യു ഡ്രാക്കുള. എന്ത് കാര്യത്തിന് ലവ് വിട്ടൊരു കളിയില്ല കേട്ടോ. പ്രേമം വിട്ടൊരു കളിയില്ല. ഐ ലവ് ഡ്രാക്കുള എന്ന് പറയാം. ഐ ലവ് യു ഡ്രാക്കുള എന്നൊക്കെയാ പറയുന്നത്. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലവ് ചെയ്യുന്നു, ഇപ്പൊ വേറൊരാളെ ലവ് ചെയ്യുന്നു എന്നാ പറയുന്നത്. യുകെക്കാരനൊക്കെ വിട്ടു. ഇപ്പൊ എന്താണ് എന്താണ്
പട്ടാളക്കാരനോ എങ്ങനെയൊക്കെയാണ് ലവ് ചെയ്യുന്നതെന്ന് പറയുന്നു. UK കാമുകം പോയി. ഇപ്പൊ എനിക്ക് പട്ടാളക്കാരനായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ അറിയുന്നാവോ? എനിക്ക് 2, 3 പട്ടാളക്കാരായിട്ട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്. അടുപ്പത്തിലൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇന്ത്യൻ പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരായിട്ടുള്ള ഫോട്ടോ എങ്ങനെ ലീക്കായി? ഇതൊന്നും എനിക്ക് അറിയുന്നേ ഇല്ല. അപ്പൊ സംസ്ഥാനം എന്ന UK സംസ്ഥാനം എന്നാണ് രേണുസുതി പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നത് സോറി സോറി ഞാൻ UK-ക്കാരൻ എന്ന് സംസ്ഥാനത്തുള്ള ആളുടെ നെയിമൊന്നും പറഞ്ഞിട്ടില്ല ട്ടോ എന്ന്. പിന്നീട് അപ്പൊ തന്നെ പറയുന്നത് അയ്യോ ഇനിയിപ്പോ അടുത്ത ട്രോള് വരും. UK സംസ്ഥാനമല്ല UK രാജ്യം എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അത് എന്താ പറയാ നാവിന്റെ പിഴ അല്ലേ? നമ്മുടെ എന്താ പറയാ വന്ദേ ഭാരതം എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും ഇപ്പൊ ഇത്. വന്ദേ മാതരം എന്നുള്ളൊരു വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെയുള്ള ഒരു നാവുപിഴയായിരിക്കാം. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ കണ്ടെത്തുന്നത്? ആള് വളരെ സീരിയസ്ലി ചോദിക്കുന്നത് കേട്ടോ. എനിക്ക് 2, 3 പട്ടാളക്കാരൊക്കെ ഉണ്ട്. അപ്പൊ വേറെ ആൾക്കാർ ചോദിക്കാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ആണോ ഇത് ചോദിക്കുന്നത്. ആ അപ്പൊ ഇത് രേണുസുതിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ രേണുസുതി പറയാ ഒന്ന് വിട്ട് മറ്റത് ല്ലേ അങ്ങനെ ല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷനിൽ ഇരിക്കുമ്പോ തന്നെ വേറൊരാൾ അങ്ങനെ റിലേഷനാണ് ഇവര് ചോദിക്കുന്ന ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ രേണുസുതി പറയാണ് ഞാൻ ഇപ്പൊ UK-ക്കാരനെ വിട്ടു, ഇനിയിപ്പോ പട്ടാളക്കാരനെ വിട്ട് പിന്നെ ആദ്യം 21 വയസ്സുകാരനുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ലെവലിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആരൊക്കെ ചോദിക്കുന്നു കുട്ടിയെ മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന കമന്റ് വരുന്നു. രേണുസുതി നന്നായി ഒരുങ്ങി നടക്കുന്നു കമന്റ് വരുന്നു. ഏത് സാധനമാണ് ഇമാതിരി കമന്റ് ഇടുന്നത്? ഈ ചെറിയ 5-6 വയസ്സായ കുട്ടിയെയാണോ 7 വയസ്സോ കുട്ടിക്ക് 7 വയസ്സായ കുട്ടിയാണ് മേക്കപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ഔചിത്യം വേണ്ടി ചോദിക്കുന്ന ചോദ്യത്തിന് അതുമില്ല. പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോളായിട്ട് പിണക്കമുണ്ടോ ചോദിക്കുന്നുണ്ട്. എനിക്ക് അനുമോളായിട്ട് യാതൊരു പിണക്കവും ഇല്ല. ഞാൻ ഇപ്പൊ അനുമോളെ നേരിട്ട് കണ്ട കെട്ടിപ്പിടിക്കും. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ അനുമോൾ അന്ന് അവിടെ വെച്ചിട്ട് ഹെയറിൽ എൻ്റെ പാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു. ആ പിണക്കനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആളൊന്നല്ല ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആരുടെ കൂടെ സെൽഫി എടുത്താലും എൻ്റെ ഫോട്ടോ ഈ തമ്പനയിൽ അങ്ങോട്ട് വെച്ചിട്ട് ഈ അതുൽ വ്ളോഗ്സും ഡാനി സത്യനും അതുപോലെ തന്നെ വേറൊരു ആൾക്കാർ അവരുടെ പേരൊന്നും പറഞ്ഞില്ല. ഇവർ 2 പേരെ പേരും പറഞ്ഞു ഇവർ 2 പേരും എടുത്തിട്ട് ഇങ്ങനെ കാമുകം വന്നു എന്ന് പറഞ്ഞ് അടിച്ചു വിടുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ വായിൽ നിന്നിട്ട് രേണുസുതി നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് അവർ അടിച്ചു വിടുന്നത്. അവരവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്നതൊന്നല്ല അത്. നിങ്ങൾ പറയുന്ന UK കാമുകൻ എനിക്കുണ്ട്, ആ കാമുകനുണ്ട്. ഞാൻ ഇപ്പൊ ആ ചെറിയ ചെക്കൻ്റെ അടുത്ത് പറയാണ് എടാ വയസ്സൊന്നും പ്രശ്നമല്ല അല്ലേ, നമുക്ക് ഒരുമിച്ച് കല്യാണം കഴിക്കാം അല്ലേ, നിനക്ക് എത്ര വയസ്സായിടാ എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ആൾക്കാര് ആൾക്കാരെടുത്ത് അലക്കാതിരിക്കുക എങ്ങനെയാണ് രേണുസുതി? ഇമാതിരിയൊക്കെ പറഞ്ഞു വിട്ടാല് ഇനി പറയുന്നത് എൻ്റെ സ്വന്തം കയ്യിലെ പൈസ കൊണ്ടല്ലേ ഞാൻ കുടിച്ചത്, മാജിക് മൊമെന്റോ എന്തൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ കുടിച്ച് വണ്ടി ഇടിച്ചു കൊല്ലുന്നു, ആൾക്കാരെ കുടിച്ചിട്ട് പല തെമ്മാടിത്തരം ചെയ്യുന്നു. എൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ കുടിച്ചിട്ട് ആരെയും ഇടിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി തന്നെയാണ്, സ്വന്തം കയ്യിലെ പൈസ തന്നെയാണ് രേണുസുതി ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് രേണുസുതി, സ്വന്തം കയ്യിലെ പൈസ ആണെങ്കിലും കുറേ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അവരിൽ നിന്ന് കുറേ ഔദാര്യം പറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന വീട് പോലും ഔദാര്യത്തിലായിക്കൊണ്ട് അവരുടെയൊക്കെ പൈസ എടുത്ത് തിന്നുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് മാജിക് മൊമെന്റ് ഒക്കെ ഞാൻ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിട്ട് വിമർശിക്കുക തന്നെ ചെയ്യും. സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് വീടും സ്ഥലവും എല്ലാം മേടിച്ച് അവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും നിങ്ങളെ പറയാൻ പോകുന്നില്ല. കേട്ടല്ലോ, അതാണ് വ്യത്യാസം. അല്ലാണ്ട് സ്വന്തം കയ്യിൽ പൈസ എടുത്ത് കുടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ വീട്ടിലും മറ്റുള്ളവരുടെ പറമ്പിലും മറ്റുള്ളവരുടെ മതിലിലും മറ്റുള്ളവരുടെ ഉപകരണങ്ങളും യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത് മറ്റുള്ളവരുടെയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ക്രിറ്റിസിസം വരുന്നത്. അത് നിങ്ങൾ ആലോചിച്ചുള്ളൂ. വോയിസ് ഒന്ന് നിങ്ങളൊക്കെ കേൾക്കാം. കാണുന്നില്ലേ എത്ര ആൾക്കാർ റോട്ടില് കള്ള് വണ്ടി കുടിച്ചിട്ട് വണ്ടി ഇടിപ്പിക്കുന്നത് ഇടിച്ചിട്ടുണ്ട്. ഇതൊന്നും രേണുസുതി ചെയ്യുന്നില്ലല്ലോ. കുഴപ്പമില്ലാത്ത ഞാനൊരു മാജിക് മൊമെന്റിന്റെ കാര്യം പറഞ്ഞാണ് എത്ര വലിയ പ്രശ്നം. അവനവന്റെ പൈസക്ക് പഠിക്കുന്ന പ്രശ്നം. എന്റെ പൈസക്ക് ഞാൻ പോയൊരു മാജിക് മൊമെന്റ് അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്നു, അതാണ് എത്ര പ്രശ്നം. ഞാനാരെ വണ്ടി എടുത്ത് കൊന്നിട്ടൊന്നും ഇല്ലല്ലോ, റോഡിൽ കിടന്ന് അടിയുണ്ടാക്കി ഇല്ലല്ലോ. അന്നത്തെ പോലെ കഥകൾ വരുന്ന റോഡിൽ കിടന്ന് അടിയുണ്ടാക്കി ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടെ അഭിനയിക്കുന്ന നായകനും ഉണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ളവർ ചോദിക്കുകയാണ് ഈ രേണുസുതിയെ കണ്ടാൽ തീരെ കല്യാണം കഴിഞ്ഞു 2 പിള്ളേരുടെ അമ്മയാണെന്നോ പറയില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ രേണുസുതി സ്വന്തമായിട്ട് പറയാ ഞാനൊരു സന്തൂർ മമ്മിയാണ്. എന്നാലും ചില തെണ്ടികൾ എന്നെ പല്ലി എന്നൊക്കെ വിളിക്കുന്നു, എന്തിന്റെ അസുഖമാർക്കൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രേണുസുതി
നമ്മുടെ വയസ്സ് നമ്മുടെ മുഖത്ത് എഴുതി കാണിക്കും. നിങ്ങൾ എത്ര ഉയരം കുറഞ്ഞതാണെങ്കിലും വണ്ണം കുറഞ്ഞതാണെങ്കിലും നിങ്ങൾ ബോഡി ഷേമിങ് അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, അത് പറയാൻ നിൽക്കരുത്. എത്രയാണെങ്കിലും നമ്മളുടെ വയസ്സ് നമ്മുടെ കണ്ണുകളിലും നമ്മുടെ മുഖത്തിലും നമ്മുടെ ചുളിവുകളിലും കാണിക്കും. എത്ര വയസ്സാണെങ്കിൽ അത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ സന്തൂർ മമ്മി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു പൊട്ടിയടിച്ചിട്ട് നടക്കുന്നതൊന്നുമല്ല സന്തൂർ മമ്മി എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ എല്ലാം ഇളക്കിക്കളഞ്ഞ് എല്ലാ സാധനങ്ങളും ഇളക്കിക്കളഞ്ഞുകൊണ്ട് ഫേസ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. സന്തൂർ മമ്മിയാണോ നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. പിന്നെ പേയ്മെന്റിന്റെ കാര്യം പറയുന്നത് മാനേജർക്കേ അറിയുള്ളൂ കേട്ടോ. ലക്ഷങ്ങളാണ് പേയ്മെന്റ്. ആള് തന്നെ പറയുന്നതാണ് കേട്ടോ, ഞാൻ ഗസ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ഫേമസ് ആയില്ലേ, പിന്നെ എന്തൊക്കെ ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട്. മാനേജറാണ് കൃത്യം എമൗണ്ട് പറയുന്നത്, പക്ഷെ ലക്ഷങ്ങൾ എനിക്ക് പേയ്മെന്റ് ഉണ്ട് കേട്ടോ. എത്ര പൈസ വന്നാലും ഞാൻ ഐഫോൺ മേടിക്കത്തില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. പൈസ എൻ്റെ കയ്യിലുണ്ട്, ഐഫോൺ മേടിക്കാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് താല്പര്യമില്ല. അപ്പം നിങ്ങൾ ആർക്കും വീഡിയോ കോൾ ചെയ്യാറില്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാണത്തോട് കൂടിയിട്ട് മൂപ്പരാള് ഒരു പുഞ്ചിരിയോട്, ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ ഐഫോണിലൊന്നും വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്, അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.